സിറിയയിൽ വിമതപക്ഷം ഭരണത്തിലേറിയതോടെ ന്യൂനപക്ഷമായ ക്രൈസ്തവർക്ക് ആശങ്കകൾ ഒഴിയുന്നില്ല. അസദിനെതിരെയുള്ള വിമത ഭീകരരുടെ നീക്കങ്ങൾക്കിടയിൽ പല ക്രൈസ്തവ സ്ഥാപനങ്ങൾക്ക് നേരെയും ആക്രമണം നടന്നിരുന്നു. തങ്ങളുടെ ഭരണത്തിന് കീഴിൽ ക്രൈസ്തവർ ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷങ്ങൾക്ക് സംരക്ഷണമൊരുക്കുമെന്ന് വിമത ഭീകര നേതൃത്വം പറയുന്നുണ്ടെങ്കിലും മുൻകാല അനുഭവങ്ങൾ തരുന്ന പാഠങ്ങൾ ക്രൈസ്തവരിൽ ഭീതി ഉളവാക്കുന്നു. സിറിയയിലെ വിമതപക്ഷത്തിന്റെ നേതൃത്വം വഹിക്കുന്ന ഹയാത്ത് തഹ്രീർ അൽ-ഷാം നേതാവ് അബു മുഹമ്മദ് അൽ ജുലാനി അലപ്പോയിൽ വെച്ച് ക്രൈസ്തവ നേതൃത്വവുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഈ കൂടിക്കാഴ്ചയിൽ സിറിയയിലെ മത ന്യൂനപക്ഷങ്ങൾക്ക് സഹിഷ്ണുതയുടെ സന്ദേശങ്ങളടങ്ങിയ വാഗ്ദാനങ്ങളാണ് നൽകിയതെങ്കിലും അലപ്പോ കീഴടക്കുന്ന വിമതരുടെ ആയുധശക്തി ക്രൈസ്തവരും അറിഞ്ഞിരുന്നു. ആളപായം ഒന്നുമില്ലെങ്കിലും സിറിയയിൽ നിരവധി ചാരിറ്റി പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ നടത്തുന്ന ഫ്രാൻസിസ്കൻ സന്യാസ സഭയുടെ ആശ്രമവും അനുബന്ധ സ്ഥാപനങ്ങളും ആക്രമണത്തിൽ തകർന്നിരുന്നത് വലിയ വാർത്തയായിരുന്നു. ബാഷർ അൽ അസദ് റഷ്യയിലേക്ക് കടന്നതിനു ശേഷം സിറിയയിലെ അപ്പോസ്തലിക് നൂൻഷ്യോ കർദിനാൾ മാരിയോ സെനാരി പറഞ്ഞത് ഇപ്രകാരമാണ്: ദൈവത്തിന് നന്ദി, തങ്ങൾ ഭയപ്പെട്ടിരുന്ന രക്തച്ചൊരിച്ചിലും കൂട്ടക്കൊലകളുമില്ലാതെ ഈ പരിവർത്തനം സംഭവിച്ചു. എങ്കിലും മുന്നോട്ടുള്ള യാത്ര അത്ര സുഗമമാവില്ല. അധികാരമേറ്റെടുത്തവർ എല്ലാവരെയും ബഹുമാനിക്കുമെന്നും ഒരു പുതിയ സിറിയ കെട്ടിപ്പടുക്കുമെന്നും വാഗ്ദാനം ചെയ്തതായും ആ വാഗ്ദാനങ്ങൾ അവർ പാലിക്കുമെന്നാണ് തങ്ങൾ കരുതുന്നതെന്നും കർദിനാൾ മാരിയോ സെനാരി വ്യക്തമാക്കി. അതേസമയം ബാത്തിസ്റ്റ് ഭരണകൂടം നടത്തിയ രക്തരൂക്ഷിതമായ അക്രമത്തിന്റെയും പീഡനത്തിന്റെയും ഫലമായി രാജ്യത്തുള്ളവരും മറ്റു നാടുകളിൽ അഭയം തേടിയ സിറിയക്കാരും മത ന്യൂനപക്ഷങ്ങളിൽപ്പെട്ടവർ അസദ് ഭരണകൂടത്തിന്റെ അന്ത്യം സന്തോഷത്തോടെയാണ് വരവേറ്റത്. പക്ഷേ ആത്യന്തികമായി അൽ-ഖ്വയ്ദയുടെ പോഷക സംഘടനയായ ഹയാത്ത് തഹ്രീർ അൽ-ഷാം എന്ന ഭീകര സംഘടനയുടെ നേതൃത്വത്തിൽ അധികാരത്തിലേറിയ ഗവൺമെന്റിന്റെ ന്യൂനപക്ഷങ്ങളോടുള്ള സമീപനങ്ങളിൽ എന്തു മാറ്റമാണ് ഉണ്ടാകുന്നതെന്ന് ഇനിയുള്ള നാളുകളിൽ കാത്തിരുന്നു കാണാം. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കേന ന്യൂസ്.